ആ രീതിയിൽ അറസ്റ്റ് 12-ഓടുകൂടി രേഖപ്പെടുത്തി. വാർത്ത പുറത്ത് അറിയും മുമ്പ് രാഹുലുമായി സംഘം ജില്ല വിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു തരത്തിലും മറ്റാരെയും വിവരം അറിയിക്കാതെ വളരെ രഹസ്യമായി കൃത്യമായി പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ പരാതികളിൽ ഉണ്ടായ പാളിച്ചകൾ ഈ കേസിൽ ഒരു തരത്തിലും ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയം ജി പൂങ്കുഴലിക്കും ഒപ്പം തന്നെ സംഘത്തിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊടും ക്രൂരത നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിലെങ്കിലും പിടിക്കപ്പെടണം. മറ്റ് 2 കേസിലും ഉണ്ടായ പാളിച്ചകൾ മൂലം കോടതിയിൽ നിന്ന് പരിരക്ഷ ഉണ്ടായെങ്കിൽ പോലും ഈ കേസിലുണ്ടാകാൻ പാടില്ല. കാരണം ഈ കേസിലും സമാനമായ രീതിയിലുള്ള ഒരു രീതി ഉണ്ടായാൽ അത് മറ്റു പരാതിക്കാരെ കൂടി ബാധിക്കുമെന്നുള്ളതാണ്. അവർ പരാതി നൽകാൻ മുൻപോട്ട് വരാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ആദ്യ പരാതി വന്ന വേളയിലൊക്കെ വ്യാപകമായ രീതിയിലുള്ള സൈബർ ആക്രമണം, ഇരയുടെ ഫോട്ടോ അടക്കം പ്രചരിപ്പിക്കുന്നു. അങ്ങനെ സൈബറിടങ്ങളിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നതിൻ്റെ ആ ഒരു ട്രോമയിലേക്ക് കൂടി ഈ പരാതിക്കാരിയൊക്കെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ 2ാം പരാതിക്കാരിയുടെ കാര്യങ്ങൾ വരുമ്പോഴും സമാനമായ രീതിയിൽ അതൊരു വ്യാജ പരാതിയാണ് എന്ന് പോലും പറഞ്ഞു വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. ആ 2 കേസിലും കോടതിയിൽ നിന്ന് പരിരക്ഷ ലഭിച്ചതോടുകൂടി ചില പരാതിക്കാർ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇരയായവർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്രൂരതകൾക്ക് ഇരയായിട്ടുള്ള പെൺകുട്ടികൾ സ്വാഭാവികമായും മടിക്കും. കാരണം തങ്ങൾ രാഹുലിനെതിരെ കൊടിയ പീഡനങ്ങൾ, രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, കൊടിയ ക്രൂരതകൾ ഏറ്റുവാങ്ങി വന്നിട്ടുണ്ട്. ആ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ഞങ്ങളൊരു പരാതിയുമായി മുന്നോട്ട് വന്നാൽ സൈബറിടങ്ങളിൽ തങ്ങളെ ആക്രമിക്കും, തങ്ങളുടെ ഫോട്ടോകൾ പങ്കുവയ്ക്കും, തങ്ങളുടെ പേര് വിവരങ്ങൾ, തങ്ങളുടെ വീട്ടുകാരുടെ വിവരങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് വലിയ ആക്രമണം അവിടെ നിന്നും നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ആശങ്ക അതുതന്നെയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ 3ാമത്തെ പരാതിയിൽ പഴുതടച്ചുള്ള അന്വേഷണം കാഴ്ചവെച്ചുകൊണ്ട് കൃത്യമായി അന്വേഷണ സംഘം മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനും കൂടുതൽ നടപടികളിലേക്ക് കടക്കാനും സാധിച്ചെന്നുള്ളതാണ്. അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ തന്നെ 12:30-ഓടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പുറം ലോകത്തൊരാൾ പോലും അറിയാതെ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലുമായി കടന്നു. അതായത് ജില്ല വിട്ട് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു അന്വേഷണ സംഘത്തിന്റെ നടപടിക്രമം എന്നുള്ളതാണ്. എന്തായാലും ഇനി മറ്റു നടപടികളിലേക്ക് കടക്കുകയാണ്. വൈദ്യപരിശോധന അടക്കമുള്ള നടപടികൾ, അതിനുശേഷം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ വകുപ്പുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് കൂടി നമുക്ക് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. മുൻ പരാതികളിൽ ബലാത്സംഗം അടക്കമുള്ള നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക എന്നടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചുമത്തിയിരുന്നുവെങ്കിൽ ഈ കേസിൽ സാമ്പത്തിക ചൂഷണം, അതായത് ഈ യുവതിയുടെ കഴിക്കുന്ന ഏകദേശം ഏതാണ്ട് ഒരു 1.5 കോടിയോളം രൂപ രാഹുൽ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ ഒരു ഫ്ലാറ്റ് വേണം, ആ ഫ്ലാറ്റ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള പണം, മറ്റ് ഈ പറയുന്ന പോലെ കൂടുതൽ വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ ചെരുപ്പുകൾ, വില കൂടിയ മറ്റ് വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള പണം ഈ യുവതിയിൽ നിന്നാണ് കൈക്കലാക്കിയിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള മൊഴിയും യുവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പണം എങ്ങനെ എത്തിയെന്നുള്ള ചോദ്യം സ്വാഭാവികമായുമുണ്ട്. അതായത് ഫെനി നൈനാൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത അനുയായി, സന്തത സഹചാരി ആയിട്ടുള്ള ഫെനി നൈനാൻ്റെ അക്കൗണ്ട് വഴിയാണ് ഈ പണം കൈമാറിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില സംശയങ്ങളുണ്ടാകാം. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ യുവതി പണം കൈമാറിയില്ല, ഫെനി നൈനാൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറി എന്നുള്ളതിൽ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് താനൊരു ജനപ്രതിനിധിയാണ്, തനിക്ക് ഇത്രയധികം പണം തൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് അന്വേഷണത്തിന് വിധേയമാകും, അത് മറ്റൊരു തരത്തിലേക്ക് പോവുകയും ചെയ്യും. താനൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ വലിയ ആരോപണങ്ങൾക്ക് അത് വിധേയമാവുകയും ചെയ്യുമെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചില വാദങ്ങൾ രാഹുൽ നിരത്തിയിട്ടുണ്ടാകാം. ആ രീതിയിൽ തന്നെയായിരിക്കാം യുവതിയെ വിശ്വസിപ്പിച്ചതെന്നുള്ളതാണ്. തുടക്കം മുതൽ യുവതിയെ കൃത്യമായ രീതിയിൽ തൻ്റെ വലയിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ 3 പരാതികളിലും സമാനമായ രീതിയിലുള്ള പാറ്റേൺ ആണ്. ഒരു സൈക്കോ കില്ലർമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല സിനിമകളിലുമൊക്കെ നമ്മൾ ഇത്തരത്തിൽ സൈക്കോ കില്ലർമാരെ പറ്റിയുള്ള കഥകളും അവരുടെ ഒരു രീതിയെക്കുറിച്ചുമൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ ഒരേ പാറ്റേൺ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതികൾക്കെതിരെ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് ക്രൂരമായി ബലാത്സംഗം നടത്തുക, അതിൽ താൻ ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ
മറ്റുള്ളവർ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ നമുക്ക് കാണണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ റൂമിൽ പോയിരുന്ന് കാണാം. അവിടെ റൂം എടുക്കൂ. അതും ആ യുവതികളെ കൊണ്ട് തന്നെ റൂം എടുപ്പിച്ചുകൊണ്ട് അവിടെ വിളിച്ചു വരുത്തി ആദ്യം അവരെ അവിടെ എത്തിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുന്നു. തുടർന്ന് തന്നെ കടന്നാക്രമിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നു. അതും വളരെ ക്രൂരമായി. അത്തരത്തിൽ വലിയ അധിക്ഷേപങ്ങൾ, തെറിവിളികൾ അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് യുവതികളൊക്കെ ഈ പുറത്തു വന്നിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ അവർ തുറന്നു പറയുകയും ചെയ്തത്. മറ്റൊന്ന്, ഈ യുവതികളെ തൻ്റെ വലയിലാക്കുന്നതിന് വേണ്ടി എല്ലാ കാലത്തും ചെയ്തതുപോലെ തന്നെ ആദ്യം നൽകുന്നത് വിവാഹ വാഗ്ദാനമാണ്. താൻ വിവാഹം കഴിച്ചോളാം. ഇപ്പോഴത്തെ യുവതി പറയുന്നതനുസരിച്ച് തൻ്റെ ആദ്യ വിവാഹത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് രാഹുലുമായി താൻ പരിചയത്തിലാവുന്നത്. സോഷ്യൽ മീഡിയ വഴിയാണ് താൻ പരിചയത്തിലാവുന്നത്. അതിനുശേഷം ഈ ബന്ധം വേർപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ സഹായവും ചെയ്തു നൽകിയത്. അതായത് താൻ എപ്പോഴും ഉണ്ടാകുമെന്ന്, യുവതിക്കൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചു. ആ രീതിയിൽ കാര്യങ്ങൾ രാഹുൽ കൈകാര്യം ചെയ്തിരുന്നു. അത് തന്നെ വിശ്വസിപ്പിച്ചു ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ ബന്ധത്തിൽ നിന്ന് തന്നെ രാഹുൽ പറഞ്ഞതനുസരിച്ച് ആ ബന്ധം വേർപെടുത്തുന്നു. അതിനുശേഷം രാഹുലുമായി കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ മറ്റൊന്ന് പറയുന്നത് അതായത് തൻ്റെ വീട്ടിൽ ഈ ബന്ധം സമ്മതിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ വിവാഹം കൂടുതൽ എളുപ്പത്തിൽ നടക്കണമെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ ആവശ്യമാണ്. നമുക്കൊരു സ്വന്തം കുഞ്ഞുണ്ട് എങ്കിൽ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാം. ആ രീതിയിൽ വീട്ടുകാരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുകയും ചെയ്യും. ഈ രീതിയിൽ കാര്യങ്ങൾ യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന ക്രൂരത, ബലാത്സംഗം, അത്തരത്തിൽ ഉള്ള പീഡന ശ്രമങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുകയും ചെയ്ത് അത് പിന്നീട് തിരിച്ചറിയാൻ യുവതികൾ പിന്നീടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ വൈകിയാണ് യുവതികൾ അറിയുകയും ചെയ്തത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ താൻ ഗർഭിണിയാണ് എന്നുള്ള വിവരം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് യുവതി വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് അധിക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ഈ കുട്ടി മറ്റാരുടേതാണെന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോഴാണ് താൻ DNA പരിശോധനയ്ക്ക് തയ്യാറാണ്, അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. എന്നാൽ അപ്പോൾ രാഹുൽ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. തനിക്കത് പറ്റില്ല, തനിക്കത് സൗകര്യമില്ല എന്ന രീതിയിലൊക്കെ ഉള്ള പ്രതികരണങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻ പരാതിക്കാരികൾ ആ സമയത്ത് ട്രോമയിലായതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ കൃത്യമായി തെളിവുകളൊന്നും ശേഖരിച്ചു വെക്കില്ല. ഈ ഘട്ടങ്ങളിലൊക്കെ ഇയാൾ തന്നെ ചതിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു ചിന്ത ഈ സ്വാഭാവികമായും ഈ യുവതികൾക്കൊന്നും ഉണ്ടാകില്ല. ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് തന്നെ പൊതുമധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ തങ്ങളെ വഞ്ചിച്ച് കടന്നു കളയുമെന്ന് ഒരു തരത്തിൽ പോലും ഈ യുവതികൾക്ക് ഒരു ചിന്തയെ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ മൂന്നാമത്തെ പരാതിക്കാരി കൃത്യമായി ഈ DNA പരിശോധന സമയത്ത് തൻ്റെ ഭ്രൂണം അത് ശേഖരിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായ എവിഡൻസുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തു. മറ്റൊന്ന്, യുവതി ഈ മൊഴി നൽകുന്ന വേളയിൽ വീഡിയോ കോൺഫറൻസിലൂടെ IIG ജി പൂങ്കുഴലിലേക്ക് കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കുന്ന വേളയിൽ കൂടി ഒരു കാര്യം പറഞ്ഞിരുന്നു. മുമ്പ് ഉണ്ടായ 2 പരാതിക്കാരികളും ഈ പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ അവരെ വളരെ ക്രൂരമായി സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുന്നുണ്ട്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ശൃംഖല തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് എന്നുള്ളതാണ്. വിദേശത്തുള്ള ചില സുഹൃത്തുക്കൾ വഴി വലിയ രീതിയിൽ വ്യാപകമായി, അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒപ്പം തന്നെ യൂട്യൂബിലും അടക്കം വ്യാപകമായ രീതിയിൽ, ട്വിറ്ററിലുമൊക്കെ അടക്കം വ്യാപകമായി സൈബർ ഇടങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരുപാട് പേർ ഈ രാഹുലിൻ്റെ സംഘത്തിലുണ്ട്. ആ രീതിയിൽ ഈ ഇരയായിട്ടുള്ള ഈ പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇവർ പോസ്റ്റുമായി രംഗത്ത് വരും. അത് വിശ്വസിക്കുന്ന പല ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്, അതായത് കോൺഗ്രസിന് പോലും ഉള്ളതിനേക്കാൾ വലിയ രീതിയിലുള്ള വ്യാപകമായ ഒരു സൈബർ ശൃംഖല രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പേരും ഈ വിഷയത്തിൽ വലിച്ചിഴക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ രീതിയിൽ ആണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ തനിക്ക് തെളിവുകൾ കൈമാറാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളുടെ അന്വേഷണ സംഘം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ചില വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതി താൻ നൽകാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു നടപടിയും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അത് തനിക്ക് സമ്മതം നൽകിയാൽ, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഉറപ്പ് നൽകിയാൽ മാത്രമേ താൻ തെളിവുകൾ കൈമാറൂ എന്ന് കൃത്യമായി യുവതി പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം കൃത്യമായി പോവുകയും വളരെ കുറച്ച് ഉദ്യോഗസ്ഥരെ മാത്രം, അതായത് വിശ്വസിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംഘം മുന്നോട്ട് നീങ്ങുകയും ഇപ്പോൾ അറസ്റ്റിലേക്ക് വരെ എത്തി നിൽക്കുന്നത്. സൈത
അതാണ് സംഭവിച്ചത് ഇന്നലെ രാത്രി. എന്തായാലും SITയുടെ നീക്കം എന്നത് നാടകീയമായിരുന്നു, സങ്കീർണമായിരുന്നു. അത് കൃത്യമായി തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. അതായത് ആദ്യഘട്ടത്തിലെ പോലീസിന്റെ അന്വേഷണ വിവരങ്ങൾ ചോരുന്നു എന്നൊരു കണ്ടെത്തൽ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. ആദ്യം രാഹുലിന് ഒളിവിൽ പോകാൻ പോലും വഴിയൊരുക്കിയത് ഇത്തരം ചില ശ്രമങ്ങൾ കൊണ്ടാണ്. ആ പഴുതടച്ചുകൊണ്ടാണ് ഇത്തവണ നീങ്ങിയത്. നമുക്ക് വേഗത്തിൽ രാഹുലിനെതിരായ കേസുകളുടെ കാര്യം കൂടി നോക്കാം. അതായത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.